ഫെഡറൽ ബാങ്കിൻ്റെ പാർട്ണർഷിപ്പായിട്ടുള്ള FI മണി ആപ്പ് ഉപയോഗിച്ച് ഒരു ഡിജിറ്റൽ സീറോ ബാലൻസ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. എന്താണ് FI മണി അല്ലെങ്കിൽ നിയോ ബാങ്ക് എന്ന് അറിയുവാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വായിക്കുക. FI മണി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വിസ ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. ബാങ്കിംഗ് സംബന്ധിച്ച് കൂടുതൽ വീഡിയോകൾക്കും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള വീഡിയോകൾ കാണുവാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. FI മണി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആദ്യവും കൊടുത്തിട്ടുള്ള ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലേക്ക് പോയി നിങ്ങൾക്ക് നേരിട്ട് ആപ്ലിക്കേഷൻ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി FI മണി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആപ്പ് സ്റ്റോറിൽ ഗെറ്റ് എ ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആവുന്നത് കാണാം. ഇൻസ്റ്റാൾ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ആപ്പ് സ്റ്റോറിൽ നമുക്ക് ഇൻസ്റ്റാൾ ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെ നമുക്ക് ഓപ്പൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. പ്ലേ സ്റ്റോറിലാണെങ്കിൽ ഇതുപോലെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാളായി. നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് താഴെയായിട്ട് സൈനപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. അതുപോലെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഫ്യൂച്ചറുകളെക്കുറിച്ച് ഓപ്പൺ ഫസ്റ്റ് സീറോ ബാലൻസ് സ്മാർട്ട് സേവിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞാണ്. അതായത് ഫെഡറൽ ബാങ്ക് പാർട്ണർഷിപ്പിലാണ് നമുക്ക് ഈ അക്കൗണ്ട് കിട്ടുന്നത്. സീറോ കോസ്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ സൈനപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ FI മണി ആപ്പോട്ട് ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ വീണ്ടും ഒരു നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫോൺ കോൾ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അലോ ചെയ്യുമ്പോൾ നിങ്ങളിവിടെ നേരത്തെ ടൈപ്പ് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫില്ലാവും. അല്ലെങ്കിൽ നിങ്ങളവിടെ ആ മെസ്സേജിലുള്ള OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ നമ്മളിവിടെ ഓക്കെ ഗോയിറ്റ് എന്ന് പറഞ്ഞ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഇമെയിൽ ID നമ്മുടെ ലീഗൽ നെയിമും നമ്മളവിടെ ടൈപ്പ് ചെയ്യണം. നമ്മുടെ ഇമെയിൽ ID എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മറ്റൊരു ഇമെയിൽ ID ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ ഈ വീഡിയോയുടെ കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇമെയിൽ ID അവിടെ കൊടുക്കുക. അതിനുശേഷം അവിടെ താഴെ എൻ്റർ എ ലീഗൽ നെയിം. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ പാൻ കാർഡിലുള്ള ഫുൾ നെയിം, അതായത് നിങ്ങളുടെ പാൻ കാർഡിൽ കൊടുത്തിട്ടുള്ള നെയിമല്ല, നിങ്ങളുടെ ഇനിഷ്യലിൻ്റെ എക്സ്പാൻഷൻ ചേർത്തായിരിക്കണം നിങ്ങളവിടെ കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ പേരിൻ്റെ ഇനിഷ്യൽ 2 അക്ഷരങ്ങളാണെങ്കിൽ ആ അക്ഷരത്തിൻ്റെ എക്സ്പാൻഷൻ കൂടെ ചേർത്ത് നിങ്ങൾ കൊടുക്കുക. എന്നാൽ മാത്രമേ ഈ പാൻ കാർഡിൻ്റെ ഫുൾ നെയിം ആവൂ. അല്ലാതെ നിങ്ങൾ പാൻ കാർഡിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള ആ പേരെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട് അവസാനം ഓപ്പൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ ആധാറിൽ ഇനിഷ്യൽ ഉണ്ടാവും. ആ ഇനിഷ്യലിൻ്റെ എക്സ്പാൻഷൻ ചേർത്ത് പാൻ കാർഡിൻ്റെ ഫുൾ നെയിം നിങ്ങളവിടെ കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. നിങ്ങളുടെ FIൻ്റെ ഒരു കോഡ് ചോദിക്കും. ആ കോഡ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്കിന് തൊട്ട് താഴെയായിട്ട്. നിങ്ങൾക്ക് ആ കോഡ് ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിലാണ് ആ കോഡ് കൊടുക്കേണ്ടത്. നിങ്ങൾ അല്ലാതെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണെങ്കിൽ ക്ലിക്ക് ചെയ്താണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. കണ്ടിന്യൂ വിത്തൗട്ട് എ ഫൈൻ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും മതിയാവും. അത്തരത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കോഡ് കൊടുക്കാം. അല്ലെങ്കിൽ വിത്തൗട്ട് എ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കാണിക്കുകയാണ്. അപ്പോൾ അവിടെ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ടിക്ക് മാർക്ക് വരും. അതിനുശേഷം നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും. അതായത് നമുക്ക് FI മണി ആപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ, അതായത് ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്ന അതേ ടേംസ് ആൻഡ് കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ബാങ്കിങ്ങിൻ്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ചു നോക്കുക. അതിനുശേഷം ഇവിടെ താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ലെറ്റ്സ് ചെക്ക് യുവർ വർക്ക്, അതായത് നമ്മുടെ വർക്ക് ഡീറ്റെയിൽ ഒക്കെ കൊടുക്കണം. ഇതും പലരും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് സാധിക്കാതെ വരുന്ന ഒരു ഓപ്ഷനാണ്. അതായത് നമുക്കിവിടെ നമ്മുടെ ഇൻകം ചോദിക്കുന്നുണ്ട്, സാലറീഡ് ആണോ അല്ലെങ്കിൽ എന്താണ്. അപ്പോൾ നമുക്ക് ആധാർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ താഴെ നിങ്ങളുടെ URL, അതായത് നിങ്ങൾ ഏത് ഓൺലൈനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആധാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആനുവൽ ഇൻകം എന്നുള്ളടത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം ഒരു വർഷത്തിൽ എത്രയെന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ലിങ്കൊന്നും ക്ലിക്ക് ചെയ്യാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാം. ഇനിയല്ല നിങ്ങളൊരു സാലറീഡ് ആണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള വരുമാനമാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളവിടെ
നിങ്ങൾ സാലറി എന്ന് കൊടുത്തതിന് ശേഷം താഴെ നിങ്ങളുടെ കമ്പനിയുടെ പേര് അവിടെ ടൈപ്പ് ചെയ്യുക. ഇനി ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അതും സാലറിയുടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഡെസിഗ്നേഷൻ അവിടെ കൊടുക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരവിടെ കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു മെസ്സേജ് വരും. അതായത് നിങ്ങളുടെ സാലറി കൊടുത്ത വർക്ക് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എൻ്റർ യുവർ പാൻ നമ്പർ, അതായത് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്കല്ല എങ്കിലും നിങ്ങൾ കൊടുത്ത എല്ലാം ക്ലിയർ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ടൈം നിങ്ങൾ അവിടെ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ പാൻ കാർഡിൽ അല്ലെങ്കിൽ ആധാർ കാർഡിൽ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ വഴി നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്കല്ല, നിങ്ങൾ കൊടുത്ത എല്ലാം കറക്റ്റാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലാണ് വരുന്നതെങ്കിൽ നമുക്കവിടെ താഴെ വെരിഫൈ വിത്ത് ഇമെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഞാനവിടെ ജസ്റ്റ് കാണിക്കുക. അപ്പോൾ നമുക്ക് ഇതെന്താണ് പ്രശ്നമെന്ന് അറിയാൻ നമുക്ക് മുകളിൽ വലത് സൈഡൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ കൊടുത്ത ഡീറ്റെയിലുകളല്ല. അപ്പോൾ നിങ്ങൾക്ക് വെരിഫൈ യുവർ വർക്ക് സ്റ്റാറ്റസ് ആണ് ഞാനിവിടെ യൂട്യൂബ് എന്ന് പറഞ്ഞ് കൊടുത്തത് കൊണ്ടാണ് വർക്ക് സ്റ്റാറ്റസ് കറക്റ്റ് ആവാത്തത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇവിടെ താഴെ വെരിഫൈ വിത്ത് ഇമെയിൽ എന്ന് പറഞ്ഞ ജിമെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വെരിഫൈ വിത്ത് ജിമെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ID അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പാസ്വേഡും ജിമെയിലിൻ്റെ പാസ്വേഡും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിലിൻ്റെ പാസ്വേഡ് നിങ്ങൾ FI മണിയുടെ സൈറ്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നത്. എന്നാൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രൂ ആയിട്ട് അടുത്ത് കാണുന്ന സ്റ്റെപ്പിലേക്ക് പോകുന്നതാണ്. അപ്പോൾ FI മണി അക്കൗണ്ട് ആക്സസ് ആയി. അപ്പോൾ ഇനി കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലായിരിക്കും വരുന്നത്. വെരിഫൈ ചെയ്യും. അതായത് നമ്മുടെ ഇമെയിൽ നമ്മൾ കറക്റ്റാണ്, നമ്മളൊരു മനുഷ്യനാണ്, നമുക്ക് സാലറി ഒരു വരുമാനമൊക്കെ ഉള്ള ഒരാളാണെന്ന് നമ്മുടെ ഇമെയിൽ നോക്കിയിട്ട് അവർ വെറുതെ വെരിഫൈ ചെയ്യും. അതിനുശേഷം നമ്മുടെ അച്ഛൻ്റെ പേര്, അതായത് നമ്മുടെ പാൻ കാർഡിലുള്ള അല്ലെങ്കിൽ ആധാറിലുള്ള നമ്മുടെ അച്ഛൻ്റെ പേര്, അതുപോലെ നമ്മുടെ അമ്മയുടെ പേര്, ഇത് ഫുൾ നെയിം നമ്മളവിടെ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് നോമിനി എന്നുള്ള ഓപ്ഷനിൽ ആവശ്യമുണ്ട് നോമിനി ആഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ആധാർ ഡീറ്റെയിൽസ് ഓപ്പൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ അവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും. അതിലുള്ള OTP നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ OTP ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് താഴെയുള്ള ഏറ്റവും താഴെ വലത് സൈഡ് ടിക്ക് മാർക്ക് ഒന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് വരും. അവിടെ ജസ്റ്റ് 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വി ആർ ഡൂയിങ് ഫൈനൽ ചെക്ക്, അതായത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ വരും. അപ്പോൾ നമ്മളവിടെ ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഗ്രീൻ ബട്ടൺ കാണും. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ ഇനി നമുക്ക് വരുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ കോളാണ്. അതായത് നമ്മുടെ KYC ഡീറ്റെയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു വീഡിയോ കോൾ വരും. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി നമുക്കിവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് ഇതുപോലെ വരും. അതായത് നമ്മുടെ ഫോണിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് നമ്മൾ വീഡിയോ ഓൺ ചെയ്യുന്നത് നമ്മളാണെന്ന് വെരിഫൈ ചെയ്യുന്നതിന് നമ്മുടെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് ലോക്ക് ഓൺ ചെയ്യുക. അല്ലെങ്കിൽ പിൻ നമ്പർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ക്യാമറ സെൽഫി ആക്കിയിട്ട് നമ്മുടെ ഫോട്ടോ ഒന്ന് ടൈപ്പ് ചെയ്യുക. അതായത് അവിടെ ഒരു നമ്പർ വരും. ആ നമ്പർ നമ്മളവിടെ പറഞ്ഞു കൊടുക്കുക. അത്ര ആയിക്കഴിഞ്ഞാൽ വെരിഫൈ ആയിട്ട് ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് എല്ലാം വെരിഫൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് സ്വൈപ്പ് ടു ഓപ്പൺ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഏറ്റവും താഴെ സ്വൈപ്പ് ടു ഓപ്പൺ അക്കൗണ്ട്. അപ്പോൾ നിങ്ങളവിടെ ഇങ്ങനെ വിരൽ കൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാനിവിടെ കട്ട്സർ വെച്ച് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വിരൽ വെച്ച് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലൊരു മെസ്സേജ് വരും. അപ്പോൾ അവിടെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് SMS, അതായത് നിങ്ങളുടെ ആദ്യം കൊടുത്ത മൊബൈൽ നമ്പർ തന്നെ നിങ്ങൾ ഒരിക്കൽ കൂടെ അതിലേക്കൊരു മെസ്സേജ് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക.
ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയി. യുവർ FI അക്കൗണ്ട് ഈസ് ക്ലോസ് ടു ദ ഫിനിഷ് ലൈൻ, അതായത് ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. നമുക്കിനി ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. നമ്മൾ കൊടുത്ത വിവരങ്ങളെല്ലാം അവരവിടെ വെരിഫൈ ചെയ്യുകയാണ്. യുവർ അക്കൗണ്ട് ഓപ്പണിംഗ് ഈസ് ടേക്കിംഗ് സം ടൈംസ് എന്ന് പറഞ്ഞ് കാണിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെസ്സേജ് വരും, അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്നുള്ള, രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 മെസ്സേജ് നമുക്ക് വരുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഇതുപോലെ വരും. അതായത് നമുക്ക് നമ്മുടെ വെർച്വൽ ഡെബിറ്റ് കാർഡ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കവിടെ കാർഡ് നമ്പരൊക്കെ കാണാൻ പറ്റും, ഇതുപോലെ വരും. അപ്പോൾ നമുക്കവിടെ താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വെർച്വൽ കാർഡിന് നമുക്കൊരു പിൻ സെറ്റ് ചെയ്യണം, അതായത് നമ്മുടെ ATM നിന്ന് പൈസ എടുക്കുന്നത് പോലെയുള്ള 4 അക്ക പിൻ നമ്പർ. അപ്പോൾ നമുക്ക് കാർഡ് പിന്നീട് ലഭിക്കുമ്പോഴും നമുക്ക് ഈ പിൻ നമ്പർ ഉപയോഗിച്ച് ATM നിന്നും പൈസ എടുക്കാൻ പറ്റും. അത്തരത്തിൽ നമ്മളൊരു പിൻ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ടിക്ക് മാർക്കിലൊന്ന് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ അതേ പിൻ നമ്പർ ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യുക, അതായത് നമ്മൾ ചെയ്ത നമ്പർ ഓർമ്മിച്ച് വയ്ക്കുന്നതിനും തെറ്റാതിരിക്കാനുമാണ്. അതിനുശേഷം വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഇത്രയായി, നമ്മുടെ കാർഡായി, അക്കൗണ്ട് റെഡിയായി, എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 0 ബാലൻസ് അക്കൗണ്ടാണ് തുടങ്ങിയതെങ്കിലും അക്കൗണ്ട് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി അപ്പോൾ നമ്മൾ ആദ്യം ചെറിയൊരു എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്യുക. നമുക്കവിടെ 20,000 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവിടെ വരുന്നത്. നമുക്കവിടെ പെൻസിൽ കൊണ്ട് സിമ്പിളിലൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം മുകളിൽ നമുക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്കൗണ്ടിൽ നിന്നും ഇതിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമുക്ക് 2% ക്യാഷ് ബാക്ക് 250 രൂപയോ അതിന് മുകളിലോ നമ്മൾ ആദ്യമായിട്ട് ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2% ക്യാഷ് ബാക്ക് ഒക്കെ ലഭിക്കുമെന്ന് ഇവിടെ മെസ്സേജും നോട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ താഴെ ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. അതിനു മുന്നേ നമ്മളവിടെ മുകളിൽ ഗൂഗിൾ പേ ആണോ Paytm ആണോ ഏത് ആപ്പാണോ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കുക. അപ്പോൾ അതിന് മുകളിലായിട്ട് 20,000 എന്നുള്ള എഴുതിയിരിക്കുന്നിടത്തൊന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട്, അതായത് 100 200, അപ്പോൾ 250 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 2% ക്യാഷ് ബാക്ക് കിട്ടുമെന്നുണ്ട്. അപ്പോൾ 251 ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ സെലക്ട് ചെയ്തിട്ട് ആഡ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഗൂഗിൾ പേയിൽ നിന്നായിരിക്കണം നിങ്ങൾക്ക് ഇതുപോലെ പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ആരുടെ ഗൂഗിൾ പേയിലാണോ റിക്വസ്റ്റ് ഓപ്ഷൻ വരുന്നത് അവിടെ നിങ്ങൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് നിങ്ങൾ പൈസ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആദ്യമായി നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് സംശയം തോന്നും, 0 ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എന്തിനാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന്. നമ്മുടെ അക്കൗണ്ട് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പിന്നീട് ഈ പൈസ നമുക്ക് തിരിച്ച് വലിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് നമുക്ക് 0 ബാലൻസ് എന്ന് പറഞ്ഞ് പ്രത്യേക കോസ്റ്റ് ഒന്നും വരില്ല. ഇത്തരത്തിൽ നമുക്ക് പൈസ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ FI മണി ആപ്പ് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. നമുക്ക് കാർഡും ലഭിക്കുന്നതാണ്. ഫുൾ KYC ഒക്കെ നമുക്ക് നമ്മുടെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് CKYC സെൻട്രൽ KYC ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിവിടെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഡൺ കൊടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് സെൻട്രൽ KYC ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് വീഡിയോ KYC ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അക്കൗണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾ അക്കൗണ്ടിലിട്ട ബാലൻസ് എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. ഒരുപാട് ക്യാഷ് ബാക്കുകളൊക്കെ ലഭിക്കും ഈ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നമുക്ക് 10,000 20,000 രൂപയിലൊക്കെ കൂടുതൽ ഇടുമ്പോൾ നമുക്ക് ഒരുപാട് റിവാർഡ്സുകളൊക്കെ കിട്ടും. നമുക്ക് ഇത്തരത്തിൽ ആയിരിക്കും നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത്. ആപ്ലിക്കേഷൻ FI മണി ആപ്പ് ഉപയോഗിക്കുന്ന വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടതെന്നുള്ള സംശയങ്ങളെല്ലാം മാറുന്നതാണ്. FI മണി ആപ്പ് സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. FI മണി ആപ്പ് നിങ്ങൾക്ക് ഇതുപോലെ ലിങ്ക് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാം. അതുപോലെ വെർച്വൽ കാർഡും അതുപോലെ ഫിസിക്കൽ കാർഡും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിവിടെ താഴെ ഡൺ എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക.